الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على عبد الله ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم أعنا ولا تعن علينا وانصرنا ولا تنصر علينا وامكر لنا ولا تمكر علينا واهدنا ويسر الهدى لنا وانصرنا على من بغى علينا ربنا اجعلنا لك شاكرين لك ذاكرين لك راهبين لك مطيعين إليك أواهين منيبين لك أوابين إليك مخبتين ربنا تقبل توبتنا واغسل حوبتنا وأجب دعوتنا وثبت حجتنا وسدد ألسنتنا واهد قلوبنا واسلل سخيمة صدورنا أما بعد ثم أما بعد സഹോദരങ്ങളെ സൂറത്തു അൽ മുംതഹനയുടെ തഫ്സീറാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ സൂറത്തിലെ 10-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുൻ അല്ലാഹു അഅലമു ബിഈമാനിഹിൻ فإن علمتموهن مؤمنات فلا ترجعوهن إلى الكفار لا هن حل لهم ولا هم يحلون لهن وآتوهم ما أنفقوا ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن ولا تمسكوا بعصم الكوافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم. الله سبحانه وتعالى പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരെ, ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, നിങ്ങളിലേക്ക് മുഅ്മിനാത്ത് അഥവാ ഈമാനുള്ള മുഅ്മിനത്തുകളായ സ്ത്രീകൾ വന്നാൽ, മുഹാജിറാത്തിൻ അവർ ഹിജറ ചെയ്ത് വന്നാൽ, ഫംതഹിനൂഹുൻ നിങ്ങൾ അവരെ പരീക്ഷിക്കുക. അല്ലാഹു അഅലമു ബിഈമാനിഹിൻ, അല്ലാഹു അവരുടെ ഈമാനിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ, ഫൈൻ അലിംതുമൂഹുന്ന നിങ്ങൾ അവരെക്കുറിച്ച് അറിയുകയാണെങ്കിൽ, മുഅ്മിനാത്തിൻ അവർ മുഅ്മിനത്തുകളായ സ്ത്രീകളാണെന്ന് അറിയുകയാണെങ്കിൽ, ഫലാ തർജിഊഹുന്ന പിന്നെ നിങ്ങൾ അവരെ തിരിച്ചയക്കരുത്, ഇലൽ കുഫാർ കാഫിറുകളുടെ അരികിലേക്ക്, അഥവാ അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിക്കാത്ത അവരുടെ അരികിലേക്ക് നിങ്ങൾ പിന്നെ ഈ മുഅ്മിനാത്തുകളായ സ്ത്രീകളെ തിരിച്ചയക്കരുത്. അവർ ഈമാൻ സ്വീകരിച്ച് മുസ്ലിമീങ്ങളായി മുസ്ലിമാത്തുകളായി വന്നാൽ, ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുൻ, ലാ ഹുന്ന അവരല്ല അഥവാ ഈ സ്ത്രീകളല്ല, ഹില്ലുൻ ലഹും അവർക്ക് ഹലാലല്ല, അഥവാ മുസ്ലിമീങ്ങളല്ലാത്ത കാഫിറുകളായ പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ സ്ത്രീകൾ അനുവദനീയമല്ല, അവരുടെ ഭാര്യമാരായിരിക്കാൻ അവർക്ക് പാടില്ല. വലാ ഹും യഹില്ലൂന ലഹുന്ന, വലാഹും അവരല്ല അഥവാ കുഫാറുകളായ പുരുഷന്മാരല്ല, യഹില്ലൂന ഹലാലാവുകയില്ല, ലഹുന്ന ഈ മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്കും. മുസ്ലിമായ പെണ്ണ് കാഫിറായ പുരുഷന് ഹലാലല്ല, അവൻ്റെ ഭാര്യയായിരിക്കാൻ പാടില്ല, അവൻ ഇവരുടെ ഭർത്താവായിരിക്കാനും പാടില്ല. വലാ ജുനാഹ അലൈക്കും, അല്ലാഹു പറയുന്നു, വലാ ജുനാഹ അലൈക്കും നിങ്ങൾക്ക് കുറ്റമില്ല, അൻ തൻകിഹൂഹുന്ന അവരെ നിക്കാഹ്, വാതുഹും മാ അൻഫഖു വാതൂഹും നിങ്ങൾ അവർക്ക് നൽകുക,
അഥവാ ഈ മുസ്ലിമീങ്ങളായ സ്ത്രീകളുടെ നേരത്തെ അവർ കാഫിറായിരിക്കുമ്പോൾ ഉണ്ടായ ഭർത്താക്കന്മാരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ നൽകുക മാ അംഫഖു, അവരെന്താണ് ഇവർക്ക് ചെലവഴിച്ചത്, അതാ ഇവർക്ക് കൊടുത്ത മഹർ നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുക. വലാ ജുനഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല അൻ തൻകിഹൂഹുന്ന, ഈ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിൽ, അഥവാ മുസ്ലിമീങ്ങളായി മുഅ്മിനാത്തുകളായി വന്ന ഈ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇദാ ആതൈതുമുഹുന്ന ഉജൂറഹുന്ന, നിങ്ങൾ അവർക്ക് നൽകിയാൽ ഉജൂറഹുന്ന, അവരുടെ പ്രതിഫലം അഥവാ അവരുടെ മഹർ നൽകിക്കൊണ്ട് അവരെ വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. കാരണം ഒരു മുസ്ലിമായ പെണ്ണിൻ്റെ ഭർത്താവ് കാഫിറായാൽ അതോടെ ആ ബന്ധം മുറിഞ്ഞു. തിരിച്ചും മുസ്ലിങ്ങളല്ലാതിരുന്ന ഒരു ഭാര്യയും ഭർത്താവും, അവരിൽ ഭാര്യ മുസ്ലിമായാൽ അതോടെ ആ ബന്ധം മുറിഞ്ഞു, അതോടെ തന്നെ അത് ദുർബലമായി തീർന്നു, അതില്ലാതായി തീർന്നു. അതിനാൽ നിങ്ങൾക്ക് അവരുടെ മഹർ കൊടുത്ത് അവരെ വിവാഹം ചെയ്യാം. എന്നിട്ട് അല്ലാഹു പറയുന്നു നേരെ തിരിച്ച്, നേരത്തെ മുശ്രിക്കുകളായിരുന്ന കാഫിറുകളായിരുന്ന ഇപ്പോൾ മുസ്ലിമീങ്ങളായ പുരുഷന്മാർക്ക് നേരത്തെ കാഫിറുകളായ ഭാര്യമാരുണ്ടെങ്കിൽ, നേരത്തെയുള്ള ഭാര്യമാരുണ്ട്, അവർ കാഫിറുകളാണെങ്കിൽ അള്ളാഹു പറയുന്നു വലാ തുംസികൂ, നിങ്ങൾ പിടിച്ചു വെക്കരുത്, ബിഇസമിൽ കവാഫിർ, കവാഫിർ എന്നാൽ കാഫിറുകളായ സ്ത്രീകൾ, അവരുടെ ഇസം, അവരുമായുള്ള വിവാഹബന്ധം നിങ്ങൾ പിടിച്ചു വെക്കരുത്, ഒഴിവാക്കുക, അത് നിങ്ങൾ ഒഴിവാക്കുക. നേരെ തിരിച്ച് പുരുഷന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. കാഫിറത്തുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് കവാഫിർ, കാഫിറാത്തുൻ എന്ന് പറയുന്നത് പോലെ. ഖുർആനിൽ കാഫിറാത്ത് ഇല്ല, ഖുർആനിൽ കാഫിറാത്ത് എന്ന വാക്കില്ല. മുശ്രിക്കാത്തുണ്ട്, ഇന്നൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, അതുണ്ട്. പക്ഷെ കാഫിരീന വൽ കാഫിറാത്ത് എന്നില്ല. മറിച്ച് അള്ളാഹു ആ ബഹുവചനമായി ഉപയോഗിച്ചത് കവാഫിർ എന്ന വാക്കാണ്. കാഫിറത്തുൻ എന്ന വാക്ക് ഖുർആനിലുണ്ട്, പക്ഷെ അത് ഒരു മനുഷ്യനായ അഥവാ ഒരു പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതൊരു സംഘത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫിഅത്തുൻ കാഫിറത്തുൻ എന്ന് സൂറത്തു ആല ഇമ്രാനിൽ, ഒരു സംഘം, കാഫിറുകളുടെ സംഘം. ഫിഅത്തുൻ എന്ന വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാനുള്ള വാക്ക് എന്തായി, കാഫിറത്തുൻ എന്ന് ആയി. അല്ലാതെ കാഫിറാത്ത് എന്നൊരു വാക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല, വല്ലാഹു അലം. മറിച്ച് കവാഫിർ എന്നാണ് സ്ത്രീകളെ, കാഫിറുകളായ സ്ത്രീകൾക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ മുശ്രിക്കാത്ത് എന്ന് കാണാം, മുനാഫിഖാത്ത് എന്ന് കാണാം, മുനാഫിഖുകളായ പെണ്ണുങ്ങൾ, മുശ്രിക്കുകളായ പെണ്ണുങ്ങൾ. പക്ഷെ കാഫിറുകളായ സ്ത്രീകൾ എന്നതിന് അള്ളാഹു ഉപയോഗിച്ചത് അൽ കവാഫിർ. അള്ളാഹുവിന് അവൻ്റെ കലാമിൽ നമുക്കറിയാത്ത ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ട്. അള്ളാഹു ആലമു ബിഹ. അള്ളാഹു പറയുന്നു വലാ തുംസികൂ ബിഇസമിൽ കവാഫിർ, നിങ്ങൾ കാഫിറുകളായ സ്ത്രീകളുമായുള്ള കരാറും പിടിച്ചുകൊണ്ടിരിക്കരുത്, ഒഴിവാക്കണം. വസ്അലൂ മാ അൻഫഖ്തും, നിങ്ങൾ ചോദിച്ചോളൂ, മാ അൻഫഖ്തും, നിങ്ങൾ അവർക്ക് നേരത്തെ കൊടുത്ത മഹർ അത് നിങ്ങൾ ചോദിച്ചോളൂ. വലിയസ്അലൂ, അവരും ചോദിക്കട്ടെ, മാ അൻഫഖു, അവരെന്താണ് ചെലവഴിച്ചത്. അഥവാ മുശ്രിക്കുകളായ പുരുഷന്മാർ അവരുടെ ഭാര്യമാർ മുസ്ലിമീങ്ങളായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് അവർ ചോദിച്ചോട്ടെ, കൊടുക്കാം. നിങ്ങൾ കൊടുത്ത് നിങ്ങളും ചോദിച്ചോളൂ, നിങ്ങളുടെ ഭാര്യമാരാരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ. ദാലികും ഹുക്മുല്ലാഹ്, ഇതാകുന്നു നിങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ വിധി. യഹ്കുമു ബൈനക്കും, അവൻ നിങ്ങൾക്കിടയിൽ വിധിക്കുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അവൻ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. ഒന്നും അവൻ അറിയാതായി പോവുകയില്ല. ഏതാണ് നമുക്ക് ഖൈർ, ഏതാണ് ഷർ, അള്ളാഹുവിനാണ് അറിയുക. നമുക്ക് നന്മയാകുന്ന നിയമം ഏത്, നമുക്ക് കുഴപ്പം വരുത്തുന്ന നിയമങ്ങൾ ഏത്, അള്ളാഹുവിനാണ് അറിയുക. ഹക്കീമുൻ, അവൻ അങ്ങേയറ്റം ഹിക്മത്തുള്ളവനാണ്, ഹുക്കുമുള്ളവനുമാണ്. അഥവാ അവൻ്റെ നിയമങ്ങളെല്ലാം യുക്തിഭദ്രമാണ്, ഒന്നും തന്നെ തെറ്റല്ല, അതൊക്കെ വെക്കേണ്ട സ്ഥാനത്താണ് അവൻ വെച്ചിട്ടുള്ളത്. അതുപോലെ വിധിക്കാനുള്ള അവകാശം അവനുള്ളതാണ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മക്കയിലെ മുശ്രിക്കുകളുമായി ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ മഹത്തായ കരാർ സുൽഹുൽ ഹുദൈബിയ, അതിൻ്റെ തൊട്ടുടനെയാണ്
ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. എന്താണത്? കാരണം ഹുദൈബിയ സന്ധിയിലെ മക്കയിലെ മുശ്രിക്കുകളും മദീനയിലെ മുസ്ലിമീങ്ങളും തമ്മിലുള്ള കരാറിൽപ്പെട്ടതായിരുന്നു. മദീനയിൽ നിന്ന് ആരെങ്കിലും കാഫറായി മക്കയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചയക്കേണ്ടതില്ല, അവർക്ക് സ്വീകരിക്കാം. നേരെ മറിച്ച് മക്കയിലുള്ള മുശ്രിക്കുകൾ ആരെങ്കിലും മുസ്ലിമായി മദീനയിലേക്ക് ചെന്നാൽ മുസ്ലിമീങ്ങൾ അവരെ സ്വീകരിക്കാൻ പാടില്ല, അവർ തിരിച്ചയക്കണം. ഇത് ഹുദൈബിയ സന്ധിയിലെ കരാറായിരുന്നു. ഈ കരാർ പിന്നീട് മുശ്രിക്കുകൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സുദീർഘമായ ചരിത്രമാണ്. ആദ്യം അത് മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നിയെങ്കിലും, എന്നാൽ ആ ഹുദൈബിയ സന്ധിയിലെ ഒരു വ്യവസ്ഥ അള്ളാഹു ഈ ആയത്തിലൂടെ തിരുത്തി. എന്താണത്? വന്നാൽ തിരിച്ചയക്കരുത് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ബാധകമല്ല, അവരെ തിരിച്ചയക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ തഖ്സീസ് ചെയ്തു. സുന്നത്തിനെ ഖുർആൻ തഖ്സീസ് ചെയ്തു. നോക്കണം, സുന്നത്തിൽ പൊതുവായിരുന്നു നിയമം, വന്നാലും തിരിച്ചയക്കരുത്. അള്ളാഹു അത് പുരുഷന്മാർക്ക് മാത്രമാക്കി. ഇത് നേരെ തിരിച്ചു സംഭവിക്കാറുണ്ട്. ഖുർആനിൽ പൊതുവായി പറഞ്ഞ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് ഖാസാണെന്ന് കിട്ടും. സുന്നത്തു തുഖസ്സിസുൽ ഖുർആൻ. അതുപോലെ അൽ ഖുർആൻ യുഖസ്സിസു സുന്ന. അതിനുള്ള തെളിവുകളിൽ ഒന്നാണ് ഈ ആയത്ത്. രണ്ടും മുസ്ലിമീങ്ങളുടെ തെളിവുകളാണ്. ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം അടുത്തിരിക്കുന്നു, ചില ആളുകൾ വരാൻ. അവൻ തൻ്റെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുകയും എന്നിട്ട് മുത്തക്കിയാൻ അല അരീക്കത്തിഹി, അവൻ്റെ സോഫയിൽ അവൻ ചാരിയിരിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും, ബൈന വ ബൈനക്കും കിതാബുല്ലാഹ്, നമുക്ക് നിങ്ങൾക്കും ഇടയിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമുണ്ട്, ഖുർആനുണ്ട്. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഹല്ലിലൂ വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹർരിമൂ. അതിൽ ഹലാലായി കണ്ടത് നിങ്ങൾ ഹലാലായി സ്വീകരിക്കുക, അതിൽ ഹറാമായി കണ്ടത് നിങ്ങൾ ഹറാമായും സ്വീകരിക്കുക. ഹറാമാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ വരും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയുക, ഫഇന്ന മാ ഹറമ റസൂലുള്ളാഹ് കമാ ഹറമ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ ഹറാമാക്കിയാൽ അത് അള്ളാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ്. അലാ വ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹ്. അറിയണം, എനിക്ക് ഖുർആനും അതുപോലുള്ളതും വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഖുർആൻ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അള്ളാഹുവിൻ്റെ വഹിയാണ്. ഹലാൽ ഹറാം, തഹരീം തഹ്ലീൽ, ഇതിൻ്റെ വിഷയത്തിൽ ഖുർആനും സുന്നത്തും ഒരുപോലെയാണ്. തഹരീമിൻ്റെയും തഹ്ലീലിൻ്റെയും വിഷയത്തിൽ ഖുർആനും സുന്നത്തും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. അഥവാ അള്ളാഹു ഒരു കാര്യം അവൻ്റെ ഖുർആനിൽ ഹറാമാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഹറാമാണ്. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ടത് ഹറാമാവാതിരിക്കുകയില്ല, മറിച്ച് അത് ഹറാം തന്നെ. എന്നാൽ വേറെ ചില വിഷയങ്ങളിൽ ഖുർആനും സുന്നത്തും ഒരുപോലെയല്ല. ഉദാഹരണത്തിന് ഖിറാഅ, ഓതുന്നതിന് പ്രതിഫലം ലഭിക്കുക അള്ളാഹുവിൻ്റെ ഖുർആനിനാണ്. ഒരക്ഷരം ഓതിയാൽ 10 പ്രതിഫലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വായിച്ചതുകൊണ്ട് ഇല്ല. ഹദീസ് പഠിച്ചാൽ ശർഈയായ ഇൽമ പഠിക്കുന്നതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. ശർഈയായ ഇൽമ പഠിക്കുന്നതിൻ്റെ പ്രതിഫലം ഹദീസുകൾ പഠിച്ചാൽ ഉണ്ടാകുമെന്നല്ലാതെ വായിക്കുന്നത് കൊണ്ട് അതിന് പ്രത്യേക പ്രതിഫലം, കേൾക്കുന്നത് കൊണ്ടുള്ള പ്രതിഫലം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാമിന് മാത്രമുള്ളതാണ്. അള്ളാഹുവിൻ്റെ കലാമിന് മാത്രമുള്ളതാണ്. അപ്പം ഇങ്ങനെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്ന ഹുദൈബിയ സന്ധിയിലെ ഒരു വ്യവസ്ഥ അള്ളാഹു ഈ ആയത്തിലൂടെ പുരുഷന്മാർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു. മക്കയിൽ നിന്ന് ഏതെങ്കിലും സ്ത്രീ, മുശ്രിക്കാത്തായ സ്ത്രീ മുഅ്മിനത്തായി മദീനയിലേക്ക് വന്നാൽ മുസ്ലിമീങ്ങളോട് അള്ളാഹു പറഞ്ഞു, ഫംതഹിനൂഹുൻ, നിങ്ങളവരെ പരീക്ഷിക്കുക. മുഅ്മിനത്താണോ എന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. മുഅ്മിനത്താണെന്ന് മനസ്സിലായാൽ പിന്നെ നിങ്ങൾ കാഫിറുകളുടെ അടുത്തേക്ക് അവരെ തിരിച്ചയക്കരുത്.
അവർ കാഫിറുകളായ പുരുഷന്മാർക്ക് ഹലാലല്ല. മുശ്രിക്കുകളായ പുരുഷന്മാർ അവർക്കും ഭർത്താവായിരിക്കാൻ ഹലാലല്ല. നിങ്ങൾക്ക് കുറ്റമില്ല, നിങ്ങൾ ആ പഴയ ഭർത്താക്കന്മാർക്ക് അവരുടെ മഹർ തിരിച്ചു കൊടുക്കുക, അവർക്ക് കൊടുക്കുക, അവരുടെ സ്ത്രീകൾ ഇങ്ങോട്ട് വന്നതിന് പകരമായി. നമുക്ക് അള്ളാഹു പഠിപ്പിച്ച നീതിയാണ്, അതിനാണ്. എല്ലാവരോടും അള്ളാഹു നീതി പഠിപ്പിച്ചിരിക്കുന്നു. അനീതിയോ അക്രമമോ ആരോടുമില്ല. നിങ്ങൾക്ക് ഈ സ്ത്രീകളെ, മുഅ്മിനത്തുകളായ ഈ സ്ത്രീകളെ പിന്നീട് അവർക്കുള്ള മഹർ കൊടുത്തതിന് ശേഷം നിക്കാഹ് ചെയ്യുന്നതിന് കുറ്റമില്ല. ഇതുപോലെ തിരിച്ച് നിങ്ങൾക്ക് കാഫിറുകളായ ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെയുമായുള്ള കരാർ നിങ്ങൾ പിടിച്ചിരിക്കരുത്, അതൊഴിവാക്കുക. നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ ചെലവഴിച്ചത്, അവർ ചെലവഴിച്ചത് അവരും ചോദിക്കട്ടെ, മുശ്രിക്കുകളായ പുരുഷന്മാർ. ഇതാണ് അള്ളാഹു നിങ്ങൾക്കിടയിൽ കൽപ്പിക്കുന്ന വിധി. അള്ളാഹു അലീമും ഹക്കീമുമാകുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, തഖദ്ദമ ഫീ സൂറത്തുൽ ഫത്ഹി, സൂറത്തുൽ ഫത്ഹിന്റെ തഫ്സീറിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. നമ്മൾ ഖുർആൻ ചെറിയ സൂറത്ത് മുതൽ മുകളിലേക്ക് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിഞ്ഞു പോയിട്ടില്ല. ഇബ്നു കസീർ അങ്ങോട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഫത്ഹിന്റെ തഫ്സീറിൽ കഴിഞ്ഞിട്ടുണ്ട്. ഫി ദിക്രി സുൽഹിൽ ഹുദൈബിയ്യ, ഹുദൈബിയ്യ സന്ധിയെക്കുറിച്ച് പറയുന്നിടത്ത്, അല്ലദീ വഖഅ ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന കുഫാരി ഖുറൈശിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഖുറൈശികളും തമ്മിൽ, കാഫിറുകളായ ഖുറൈശികളും തമ്മിൽ ഉണ്ടായ കരാർ, ആ ഹുദൈബിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫകാന ഫീഹി, അതിലുണ്ടായിരുന്നു, അലാ അല്ലാ യഅതിയക മിന്നാ റജുലുൻ വഇൻ കാന അലാ ദീനിക ഇല്ലാ റദത്തഹു ഇലൈന. അവർ പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു, അത് താങ്കളുടെ ദീനിലാണെങ്കിലും താങ്കൾ ഇവിടെ വെക്കാൻ പാടില്ല, നമ്മുടെ അടുത്തേക്ക് തിരിച്ചയക്കണം. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, അത് അള്ളാഹു ഇതിലൂടെ ദുർബലപ്പെടുത്തി. ഫഅലാ ഹാദിഹി റിവായ, ഈ റിവായത്ത് പ്രകാരം, തകൂനു ഹാദിഹിൽ ആയത്തു മുഖസ്സിസത്തുൻ ലിസുന്ന, ഈ ആയത്ത് ഖുർആനിനെ, ഈ ആയത്ത് സുന്നത്തിനെ തഖ്സീസ് ചെയ്തു. അങ്ങനെ സംഭവിക്കും. രണ്ടും അള്ളാഹിന്റെ വഹിയാണ്, രണ്ടും അള്ളാഹുവിന്റെ വഹിയാണ്. അപ്പൊ ഇതിനു ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ അവരിൽ നിന്ന് സ്ത്രീകൾ വന്നപ്പോൾ തിരിച്ചയച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ ഹുദൈബിയയുടെ ആ സമയത്ത് തന്നെ ഈ ആയത്ത് അതോടെ ഇറങ്ങിയെന്നാണ്. സ്ത്രീകൾക്ക് ഈ വിഷയം ബാധകമല്ല എന്നത് മാത്രമല്ല, ഇത് നോക്കി ഇബ്നു കസീർ പറഞ്ഞ വാക്ക് റജുലുൻ എന്നാണ്. നിങ്ങളിൽ നിന്നൊരു റജുൽ നമ്മളിലേക്ക് വന്നാൽ, റജുൽ എന്നുള്ള വാക്ക് പുരുഷന് മാത്രമാണ് ബാധകം. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനുഹുൻ. ഈ ആയത്ത് ഈ അടുത്ത കാലത്ത് ചില പിഴച്ച കക്ഷികൾ മുസ്ലിം ചെറുപ്പക്കാരെ ആവേശത്തിൻ്റെയും അതുപോലെ തീവ്ര ചിന്താഗതിയുടെയും ഒക്കെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന, അതുവഴി അവരുടെ പാർട്ടി വളർത്താനും അവരുടെ ചില മോശമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ഈ ആയത്ത് വല്ലാതെ പ്രചരിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു സഹോദരി ഇസ്ലാമിലേക്ക് വരികയും അവർ ഈ കേരളത്തിൽ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ആ സമയത്ത് ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ഇന്ന് ഈ ആയത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് നമ്മളാണ് എന്ന് ആ കൗം പ്രസംഗിക്കുകയുണ്ടായി. കുറേ ആളുകൾ ഈ ആയത്തിനെ കുറിച്ച് ആ സമയത്ത് ചോദിക്കും, ഖുർആനിൽ ഇങ്ങനെ ഉണ്ടോ, വന്നാൽ നമുക്ക് തിരിച്ചാക്കാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, ഈ പിഴച്ച വിഭാഗം, ഇവരുടെ ഷർ മുസ്ലിമീങ്ങൾക്ക് വലിയ ഷറാണ്, ദുനിയാവിലും ആഖിറത്തിലും ഇവരുടെ ഷറാണ്. കാരണം ഇവർ പിഴച്ച ഖവാരിജി ചിന്തകൾ അത് കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവരുടെ പ്രശ്നം ദുനിയാവ് മാത്രമാണ്. ഖാരിജിയത്തിൻ്റെ അടയാളമാണ് അവരുടെ പ്രശ്നം ദുനിയാവായിരിക്കും എന്നത്. ദീനിന് അവിടെ എന്ത് നടന്നാലും അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ആര് ശിർക്ക് ചെയ്താലും, ആര് കുഫർ ചെയ്താലും, ആര് ബിദ്അത്തിലകപ്പെട്ടാലും പ്രയാസം ഉണ്ടാവില്ല. മറിച്ച് ദുനിയാവ് അവരുടെ എല്ലാമാണ്. അങ്ങനെയുള്ള ആളുകൾ പറയുകയുണ്ടായി, നമ്മളാണ് ഇവിടെ നടത്തുന്നത്, ആ സഹോദരിയുടെ കേസ് നടത്തിയത് നമ്മളാണ് അവരെ രക്ഷിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ സംഘടനയ്ക്ക് മൈലേജ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയുണ്ടായി. ഇത് സഹോദരങ്ങളെ, ആവേശവും അതുപോലെ കാര്യങ്ങൾ നന്നായി ചിന്തിക്കുകയും ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ഇതുപോലുള്ള ചില
ചില വാദങ്ങൾ ശരിയാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ തികച്ചും ബാത്തിലായ തെറ്റായ വാദങ്ങളാണ് അങ്ങനെയുള്ള ആളുകൾ പറയുന്നത്. എന്നിട്ട് അവരുടെ സംസാരം കേട്ടാൽ തോന്നും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഈ ആയത്തിനെതിരാണ് പ്രവർത്തിച്ചത്. ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പനക്കെതിരല്ല ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ പ്രവർത്തിച്ചത്. ആ സഹോദരി ഇസ്ലാം സ്വീകരിച്ച് വന്നപ്പോൾ മുസ്ലിമീങ്ങൾ നീ പോയിക്കോ, നമ്മളടുത്ത് നിൽക്കാൻ പാടില്ല, ഇസ്ലാം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചല്ലോ അല്ലല്ലോ. അവരെ ഇവിടുത്തെ കോടതി വിധി പ്രകാരം അവർ തിരിച്ചയക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ടത്? അതാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ മുസ്ലിം ഉമ്മത്തിന് അവർക്കുള്ള ഒരു പൊതുബാധ്യതയാണ്, ഒരു ഫർദ് കിഫായ എന്ന നിലക്ക് വരും. അവരുടെ ദീൻ പാലിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ കുഴപ്പമുണ്ടാക്കാത്ത മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാത്ത മാർഗങ്ങൾ, നിയമപരമായ മാർഗങ്ങൾ, വേറെ വഴിയില്ലാത്തത് കൊണ്ട് അത് സ്വീകരിക്കുക എന്നത് മുസ്ലിമീങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഒരു ഫർദ് കിഫായ എന്ന നിലക്ക് അതാണ് ചെയ്തത്. ഈ ഖൗം അത് പറഞ്ഞ് ആളുകളെ അവരുടെ അണിയിലേക്ക് ചേർക്കാൻ ശ്രമിക്കുകയുണ്ടായി. ആ സമയത്ത് ഇവരുടെ സംസാരം കേട്ടാത്തൊന്നും നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് ബലം പ്രയോഗിച്ചവരെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടതെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബത്ത്, ഇവരുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായ മാതൃകയുണ്ട്. അവർ ഭരണവും അധികാരവും ഒന്നുമില്ലാത്ത സമയത്ത് എങ്ങനെ പെരുമാറിയെന്നും അല്ലാത്ത സമയത്ത് എങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടുവെന്നും. ഈ ആളുകൾ ഈ പ്രശ്നം അവർ ചെയ്ത വലിയൊരു കാര്യമായി ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഈ കക്ഷി ഇവിടെ ഇല്ലെങ്കിലും മുസ്ലിമീങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയാണിത്. ഈ കക്ഷി ഇവിടെ ഇല്ലാത്ത കാലത്തും സമാനമായ പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും അത് ചെയ്യുക തന്നെ ചെയ്യും ബിഇദ്നില്ലാഹി വ തൗഫീഖിഹി. അല്ലാതെ അത് പറഞ്ഞ് നമ്മളാണ് അത് ചെയ്തത്, അതുകൊണ്ട് നമ്മളാണ് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവരുടെ വളരെ മോശമായ ചില ആശയങ്ങൾ മൂടിവെക്കാനല്ല, അത് മറച്ചുവെച്ച് ജനങ്ങളെ അവരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ്. നോക്കൂ, ഒരുപാട് പിഴച്ച ഖവാരിജി ചിന്തകൾ അവരുടെ മാസികകളിലും വാരികകളിലൊക്കെ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. തെറ്റാണിത്. നോക്കൂ, ഈ ആയത്ത് ഇങ്ങനെ ഒരു പശ്ചാത്തലം അതിനുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നുമില്ലാതെ തിരിച്ചേക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നോക്കൂ, എന്നിട്ട് ഇവർ നടത്തിയ ചില തോന്നിവാസങ്ങൾ, ചില മാർച്ചുകൾ, ചില കുഴപ്പങ്ങൾ, അതൊക്കെ ഇതിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന്. എന്ത് വിഡ്ഢിത്തമാണിത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ കാണിച്ചു തന്ന ദീൻ ഇതല്ല. അവർക്ക് മക്കയിൽ 13 വർഷക്കാലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സബർ കൈക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആണ് ഇസ്ലാമിലെ യുദ്ധങ്ങളും എല്ലാം മദീനയിലേക്ക് ചെന്ന് അവിടെ സുസ്ഥിരമായ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, മുഹാജിറുകളായി അഥവാ ഹിജറ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് മുഅ്മിനാത്തുകളായ സ്ത്രീകൾ വന്നാൽ ഫംതഹിനുഹുൻ, അവരെ നിങ്ങൾ പരീക്ഷിക്കുക. ഈ ആയത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു സംശയം, എങ്ങനെയാണ് സ്ത്രീകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരിക? അവർക്കാരുമില്ലാതെ അവർക്ക് മഹ്റം ഉണ്ടാവോ? ഇസ്ലാമിലെ നിയമമാണ് സ്ത്രീകൾ അവർക്ക് മഹ്റമില്ലാതെ സഞ്ചരിക്കരുത് എന്നത്. യാത്ര എന്ന് തോന്നുന്ന, യാത്രയെ അനുഭവപ്പെടുന്ന ഒരു ദൂരം സഞ്ചരിക്കരുത്. പക്ഷേ ഒരു ബലദുൽ കുഫറിൽ നിന്ന് മുസ്ലിമത്തായ ഒരു പെണ്ണിന് ബലദുൽ ഇസ്ലാമിലേക്ക് പോകാൻ വലിയൻ്റെ ആവശ്യമല്ല, മഹ്റമിൻ്റെ ആവശ്യമല്ല. കാരണം അത്രയും ഗൗരവപ്പെട്ട വിഷയമാണിത്. കാരണം അവൾ ഒറ്റയ്ക്ക് പോയാൽ ഉണ്ടാകുന്ന ഫിത്ന അത് ഒരു സാധ്യതയാണ്. എന്നാൽ അവൾ മുസ്ലിമായ ഒരു പെണ്ണ് ആ കുഫറിൻ്റെ ബലദിൽ നിന്നാൽ ഉണ്ടാകുന്ന ഫിത്ന ഉറപ്പാണ്, അത് അവളുടെ ദീനിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അവൾക്ക് മഹ്റമില്ലാതെ പോകാമെന്നാണ്. അത്രയും ഗൗരവപ്പെട്ട വിഷയമാണിത്, ബലദുൽ കുഫറിൽ നിന്ന് ബലദുൽ ഈമാനിലേക്ക് എത്തിച്ചേരുക എന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനുഹുൻ, അങ്ങനെ വന്നാൽ ആ സ്ത്രീകളെ നിങ്ങൾ പരീക്ഷിക്കുക. എന്താണ് പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇമാം മുജാഹിദ് ഇബ്ൻ ജബർ എന്ന താബിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഫംതഹിനുഹുന്ന എന്ന് പറഞ്ഞാൽ ഫസ്അലൂഹുന്ന അമ്മാ ജാഅ ബിഹിൻ, അവരോട് നിങ്ങൾ ചോദിക്കുക എന്തിനാണ് വന്നത്, എന്തിനാണ് മക്കത്ത് മദീനത്തേക്ക് വന്നത്.
فإذا كان جاء بهن غضب على أزواجهن മാപ്പിളാരോട് ദേഷ്യം പിടിച്ചിട്ട് വന്നാണെങ്കിൽ ഈമാനോ ഇസ്ലാമോ ഒന്നും അതിന് കാരണമില്ല, ഭർത്താക്കന്മാരോട് തെറ്റിയിട്ട് വന്നതാണെങ്കിൽ ഔ സഖ്തത്തിൻ ഔ ഗൈരിഹി അവരോടുള്ള എന്തെങ്കിലും വെറുപ്പ്, ദുനിയാവിൻ്റെ എന്തെങ്കിലും കാരണം, വലം യുഅ്മിന്ന അല്ലാതെ ഈമാൻ സ്വീകരിച്ചിട്ടൊന്നും വന്നതല്ല എങ്കിൽ ഫർജിഉഹുന്ന ഇലാ അസ്വാജിഹിൻ അവരെ ഭർത്താക്കന്മാരത്തേക്ക് തിരിച്ചയച്ചേക്കുക. അതാണ് അള്ളാഹു ഫംതഹിനൂഹുന്ന എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അവർ മുഅ്മിനാത്തായിട്ട് വന്നതാണോ എന്ന് നോക്കുക. കാരണം അല്ലാതെ അവിടെ നിർത്താൻ പാടില്ല. ഇത് കരാറുള്ള വിഭാഗം കൂടിയാണ്, മനസ്സിലായോ? അവർ കരാറുള്ള വിഭാഗമാണ്. ഫംതഹിനൂഹുൻ എന്നിട്ട് അള്ളാഹു പറയുന്നു അല്ലാഹു അഅലമു ബിഈമാനിഹിം. അല്ലാഹു അഅലമു ബിഈമാനി, അള്ളാഹുവാണ് അവരുടെ ഈമാനിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുക. അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ചോദിച്ചിട്ട് അവർ പറഞ്ഞത് സത്യമാണെന്ന് തോന്നിയാൽ അവരെ സ്വീകരിക്കുക. ഫഇൻ അലിംതുമുഹുന്ന മുഅ്മിനാത്തിൻ അവർ മുഅ്മിനാത്തുകളാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഫലാ തർജിഉഹുന്ന ഇലൽ കുഫാർ പിന്നീട് കാഫിറുകളുടെ അടുത്തേക്ക് അവരെ തിരിച്ചേക്കാൻ പാടില്ല. ഒരു മുസ്ലിം പെണ്ണിന് ഒരിക്കലും മുശ്രിക്കനായ ഒരു പുരുഷന്റെ ഭാര്യയായിരിക്കാൻ പാടില്ല. അഹ്ലുൽ കിതാബിൽ നിന്ന് പോലും പാടില്ല. അഹ്ലുൽ കിതാബ് യഹൂദികളോ നസ്രാനികളോ ആയ സ്ത്രീകളെ വിവാഹം ചെയ്യൽ ഒരു മുസ്ലിം പുരുഷൻ അനുവദനീയമാണ്. അവർ പിന്നെ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വ്യഭിചാരികളല്ലാത്ത നല്ല സ്ത്രീകളാണെങ്കിൽ അതിന് നിബന്ധനകളുണ്ട്. എന്നാൽ ഒരു സ്ത്രീക്ക്, മുസ്ലിമായ ഒരു സ്ത്രീക്ക് ഒരു സാഹചര്യത്തിനും ഒരു മുശ്രിക്കിന്റെ കാഫിറിന്റെ ഭാര്യയായിരിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം സ്ത്രീകൾ അവരെക്കാൾ ശക്തരാണ് പുരുഷന്മാർ. അവരിലേക്ക് അങ്ങോട്ടേക്ക് ഇവർ കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് കുഫറിൻ്റെ ദീനിലേക്ക് ഒരാൾ പോവുക എന്നത് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അങ്ങേയറ്റം ഗൗരവപ്പെട്ട കാര്യമാണത്. ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുൻ. ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹും. അവർ ഈ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ മുശ്രിക്കുകളായ പുരുഷന്മാർക്ക് ഹലാലല്ല. മുശ്രിക്കുകളായ പുരുഷന്മാർ മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്കും ഹലാലല്ല. ഇത് ഇസ്ലാമിലെ ഈ ആദ്യകാലത്ത് ഇത് അനുവദനീയമായിരുന്നു. ഇസ്ലാമിലെ ആദ്യകാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. മുസ്ലിമായ പെണ്ണിന് മുശ്രിക്കായ ഭർത്താവ് ഉണ്ടായിരുന്നു. അവൾ ഈമാനിലും അയാൾ കുഫറിലും ജീവിച്ചിരുന്നു. നേരെ തിരിച്ചും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൻ്റെ നിയമങ്ങൾ അവതരിപ്പിച്ചത് പടിപടിയായിട്ടാണ്. അതിന് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അവനുണ്ട്. ജനങ്ങളുടെ സാഹചര്യവും അതിനോട് യോജിച്ച നിയമങ്ങളുമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. പഴയകാല ഉമ്മത്തുകൾക്ക് പലതും ഹറാമായിരുന്നല്ലോ, നമുക്ക് അതിൽ പലതും ഹലാലാണ്. നേരെ തിരിച്ചും അങ്ങനെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? അവരുടെ ശക്തി, ശാരീരികവും മാനസികവുമായ ശക്തിയൊക്കെ പഴയ കാലത്തുള്ള മനുഷ്യന്മാർക്ക് ഇതേപോലത്തെ അല്ല, ഇന്നത്തെ കാലത്തുള്ളത് പോലെയല്ല. അള്ളാഹു അതെല്ലാം അള്ളാഹുവിനാണ് നന്നായി അറിയുക. അവൻ്റെ നിയമങ്ങളാണ് ഏറ്റവും ശരിയായത്, അവൻ്റെ നിയമങ്ങളാണ് ഏറ്റവും ഖൈറായത്. ഇതുപോലെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുസ്ലിം സ്ത്രീക്ക് കാഫിറായ പുരുഷൻ ഭർത്താവായി ഉണ്ടാവുക എന്നത് അനുവദനീയമായിരുന്നു. അള്ളാഹു ഈ ആയത്തോടത് ഹറാമാക്കി. ഇബ്ൻ കസീർ പറയുന്നു വഖൗലുഹു തആല, ശ്രദ്ധിക്കുക, വഖൗലുഹു തആല ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുൻ ഹാദിഹിൽ ആയതു ഹിയ അല്ലതി ഹറമത്തിൽ മുസ്ലിമാതി അലൽ മുശ്രിക്കീൻ. ഈ ആയത്താണ് മുസ്ലിം സ്ത്രീകളെ മുശ്രിക്കുകളായ പുരുഷന്മാർക്ക് ഹറാമാക്കിയത്, അവരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെയാണ് നിയമമാക്കിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആനിലെ വ്യക്തമായ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തിലുണ്ട് വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിൻ വലഅമതും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അജബത്കും വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനു വലഅബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അജബക്കും ഉലൈക യദ്ഊന ഇലന്നാർ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യരുത്. മുഅ്മിനായ ഒരു അടിമ പെണ്ണാണ് മുശ്രിക്കായ ഒരു സ്വതന്ത്രയായ സ്ത്രീയേക്കാളും നല്ലത്. അതുപോലെ മുശ്രിക്കുകളായ പുരുഷന്മാർക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കരുത്.
മുസ്ലിമായ ഒരു അടിമയാണ്, പുരുഷനാണ് മുശ്രിക്കായ ഒരു സ്വതന്ത്രനേക്കാളും നല്ലത്. അവർ നിങ്ങൾക്ക് കൗതുകമുണ്ടാക്കിയാലോ, നിങ്ങൾക്ക് അവരോട് ഇഷ്ടം തോന്നിയാലോ, ആ സ്ത്രീകളോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയാലോ, ഈ പുരുഷന്മാർക്ക് നിങ്ങൾക്ക് അജബ് തോന്നിയാലോ, അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു, അള്ളാഹു സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും ക്ഷണിക്കുന്നു. അള്ളാഹിന്റെ ഖുർആനിലെ ആയത്തുകളാണ്. നോക്കൂ, ഇത് അള്ളാഹു അവതരിപ്പിച്ച ദീനാണ് ഇസ്ലാമെന്നും ബാക്കിയുള്ളത് അള്ളാഹു സ്വീകരിക്കുകയില്ലെന്നും നമ്മുടെ കുട്ടികളെ, നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ എത്ര എത്ര അപകടങ്ങൾ, അബദ്ധങ്ങൾ നമ്മുടെ പെൺമക്കൾക്കുണ്ടായിരിക്കുന്നു. അവർക്ക് ഇതറിയില്ലല്ലോ. അവൻ്റെ മതത്തിൽ, എൻ്റെ മതത്തിൽ രണ്ടും ഒരേ കടലിലേക്കുള്ള രണ്ട് പുഴകൾ മാത്രം, രണ്ടും രണ്ട് വഴികൾ മാത്രം. നമ്മളതിൽ ജനിച്ചോണ്ട് നമ്മളതിലായി, ഇത് ജനിച്ചോണ്ട് ഇത് അവനതിലായി. ഇങ്ങനെയാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത്. പിന്നെന്താണ് ഈ കുട്ടികൾക്ക് ഇതിൽ ഇങ്ങനെ ഒരു വലിയ അപകടം കിടക്കുന്നുണ്ട്, അവരുടെ ഈമാനിനെ ബാധിക്കുന്ന അപകടം കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാകുക ഇല്ല. അവർ ഏതോ ഒരുത്തനെ കണ്ടപ്പോൾ അവളുടെ ദീൻ അവൾ മറന്നു, അള്ളാഹുവിനെ അവൾ മറന്നു, അവൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ മറന്നു, ആഖിറത്ത് മറന്നു. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു നമ്മയും എല്ലാ മുസ്ലിമീങ്ങളെയും ഇത്തരം മഹാ ദുരന്തങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. ഇബ്നു കസീർ പറയുന്നു, വഖദ് കാന ജായിസൻ ഫി ഇബ്തിദാഇൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ജായിസായിരുന്നു അൻ യതസവ്വജൽ മുശ്രികുൽ മുഅ്മിനത, മുശ്രിക്കായ പുരുഷൻ മുഅ്മിനത്തായ പെണ്ണിനെ വിവാഹം ചെയ്യുക എന്നത് അനുവദനീയമായിരുന്നു. ഇനി ശ്രദ്ധിക്കുക, അങ്ങനെ മുശ്രിക്കായ ഭർത്താവുണ്ടായിരുന്നു. ആർക്ക്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾക്ക്. അദ്ദേഹം പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി റളിയല്ലാഹു അൻഹു. പക്ഷെ മുശ്രിക്കായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ മുശ്രിക്കിൻ്റെ ഭാര്യയായി കഴിഞ്ഞിരുന്നു. അതിൽ അങ്ങനെ ഒരു മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കഥയുണ്ടായിട്ടുണ്ട്, സഹീഹായ ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്താണത്? വലിഹാദ കാന അബുൽ ആസ് ഇബ്നു റബീഅ് സൗജ ഇബ്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടാണ് അബുൽ ആസ് ഇബ്നു റബീഅ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് മുശ്രിക്കായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബിൻ്റെ ഭർത്താവായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബിൻ്റെ ഭർത്താവായിരുന്നു ആര്? അബുൽ ആസ് ഇബ്നു റബീഅ്. ഖദ് കാനത് മുസ്ലിമതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് മുസ്ലിമത്തായിരുന്നു. റസൂലുള്ളാഹിന്റെ പെൺമക്കളെല്ലാം ഈമാൻ സ്വീകരിച്ച് അവരെല്ലാം പ്രായപൂർത്തി എത്തുന്നത് വരെ ജീവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആൺകുട്ടികളാണ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ആൺമക്കൾ, അബ്ദുല്ലാഹ്, അൽ ഖാസിം, അബൂബക്കർ, 3 ആൺമക്കളാണ് നമ്മുടെ റസൂലിനുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. 3 മക്കളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. അബ്ദുല്ലാഹ്, അൽ ഖാസിം, ഇബ്രാഹിം മാത്രം മാരിയ അൽ ഖിബ്തിയ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്ന സ്ത്രീയിലാണ് അവിടത്തേക്ക് ജനിച്ചത്. ബാക്കി ആൺമക്കളും പെൺമക്കളും എല്ലാം ജനിച്ചത് ഖദീജയിലാണ്. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ, അവരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കി മക്കളെല്ലാം ജനിച്ചത്. അബ്ദുല്ലാഹ്, അൽ ഖാസിം, ഇബ്രാഹിം, ഈ 3 ആൺമക്കളും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടു. ബാക്കി ഉള്ളത് പെൺമക്കളാണ്, 4 പെൺമക്കൾ, 3 ആൺമക്കളും 4 പെൺമക്കളും. ഫാത്തിമ, സൈനബ്, ഉമ്മു കുൽസൂം, റുഖയ്യ, ഈ 4 പേർ. ഫാത്തിമ, സൈനബ്, ഉമ്മു കുൽസൂം, റുഖയ്യ, ഈ 4 പേർ. ഈ 4 പേരിൽ 3 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മരണപ്പെട്ടു. സൈനബും റുഖയ്യയും ഉമ്മു കുൽസൂമും. ഫാത്തിമ റളിയല്ലാഹു അൻഹാ മാത്രം ബാക്കിയായി. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവരും മരണപ്പെടുകയുണ്ടായി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺമക്കളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളെല്ലാവരും പ്രായപൂർത്തിയാകുന്നവരെ ജീവിക്കുകയും അവരെല്ലാവരും മുഅ്മിനാത്തുകളും
ആയിരുന്നു റളിയല്ലാഹു അൻഹുൻ. ഇതിൽ സൈനബിന്റെ ഭർത്താവ് മുശ്രിക്കായിരുന്നു, അബുൽ ആസ് ഇബ്ൻ റബീഅ. അങ്ങനെ വഹുവ അലാ ദീനി ഖൗമിഹി, സൈനബ് മുസ്ലിം ആയിരുന്ന കാലത്ത് അബുൽ ആസ് ഖൗമിന്റെ ദീനിലായിരുന്നു, അഥവാ ശിർക്കിലായിരുന്നു, മുശ്രിക്കായിരുന്നു. ഫലമ്മാ വഖഅ ഫിൽ അസാറാ യൗമ ബദ്രിൻ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മദീനത്തേക്ക് ഹിജ്റ പോയി. മകൾ സൈനബ് എവിടെയായിരുന്നു? മക്കത്തായിരുന്നു. ആരുടെ കൂടെ? ഭർത്താവിൻ്റെ കൂടെ. മകൾ സൈനബ് ഭർത്താവിൻ്റെ കൂടെ മക്കയിലായിരുന്നു. അവർ മുസ്ലിമാണ്, ഭർത്താവാട്ടം മുശ്രിക്കാണ്. ബദർ യുദ്ധമുണ്ടായി. ബദറിൽ മുശ്രിക്കുകളുടെ സൈന്യത്തിൽ അബുൽ ആസ് പുറപ്പെട്ടു. എന്നിട്ട് എന്തായി? അബുൽ ആസ് കൊല്ലപ്പെട്ടില്ല, അൽഹംദുലില്ലാഹ്. അബുൽ ആസ് തടവുകാരനായി. മുസ്ലിമീങ്ങളുടെ തടവുകാരിൽ ഒരാൾ ആരായി? അബുൽ ആസ്. അപ്പോൾ ബദറിലെ തടവുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും അവരുടെ അഭിപ്രായ പ്രകാരം ഫിദിയ വാങ്ങി വിട്ടയക്കാണ് ചെയ്തത്. ഉമറിന്റെ അഭിപ്രായം അതായിരുന്നില്ല, ഉമറിന് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ബദറുണ്ടായപ്പോൾ അബുൽ ആസ് ഇബ്നു റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിമീങ്ങളുടെ തടവുകാരനായി. അപ്പൊ എന്തുണ്ടായി? സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ മക്കത്താണ്. അവരെന്ത് ചെയ്തു? ബഅസത് ഇംറഅതുഹു സൈനബ് ഫീ ഫിദാഇഹി ബിഖിലാദത്തിൻ ലഹാ കാനത് ലിഉമ്മിഹാ ഖദീജ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുന്നുണ്ട് എന്നത് അറിഞ്ഞല്ലോ. സൈനബ് അവരുടെ ഭർത്താവിനെ ഉപ്പയായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കാൻ വേണ്ടി അവരുടെ ഒരു മാല കൊടുത്തയച്ചു. ഉമ്മ ഖദീജയുടെ മാലയായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റആഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഖ്ഖ ലഹാ റിഖ്ഖതൻ ശദീദതൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാല കിട്ടിയപ്പോൾ അവിടുന്ന് വല്ലാതെ പ്രയാസത്തിലായി. അവിടത്തേക്ക് വല്ലാത്ത അനുകമ്പ തോന്നുകയുണ്ട്. ഇത് ആരുടെ മാലയാണ്? ഖദീജയുടെ മാല. ആരാണ് കൊടുത്തയച്ചത്? സൈനബാണ് റളിയല്ലാഹു അൻഹ. വഖാല ലിൽ മുസ്ലിമീൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഇൻ റഅയ്തും അൻ തുത്ലിഖൂ ലഹാ അസീറഹാ ഫഫഅലൂ. നിങ്ങളുടെ അഭിപ്രായം ഈ അവളുടെ അസീറിനെ, അഥവാ അവൾ തടവുകാരനായിട്ടുള്ള അവളുടെ ഭർത്താവിനെ മോചിപ്പിക്കണമെന്നാണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് പറഞ്ഞു. ഫഅലൂ. മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്കാൻ തീരുമാനിച്ചു. ഫഅത്ലഖഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മോചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോചിപ്പിക്കുമ്പോൾ ഒരു നിബന്ധന വെച്ചു. അലാ അൻ യബ്അസ ഇബ്നതഹു ഇലൈഹി. മക്കത്തേക്ക് തിരിച്ചു പോയാൽ സൈനബിനെ ഇങ്ങോട്ട് അയക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസ് ഇബ്നു റബീഅനോട് കരാറ് പറഞ്ഞു, മകളുടെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഈ സമയത്തൊക്കെ എന്താണ്? മുശ്രിക്കിന്റെ ഭാര്യയാണ് സൈനബ്. അള്ളാഹു ആ സമയത്ത് ഇത് വിലക്കിയിട്ടില്ല. ഫവഫാ ലഹു ബിദാലിക്. അബുൽ ആസ് എന്ത് ചെയ്തു? മക്കത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വാക്ക് പാലിച്ചു. വസദ്ദഖഹു ഫീമാ വഅദ, വാഗ്ദാനം പാലിച്ചു. വബഅസഹാ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസയുടെ സംഘത്തിൽ, സയ്യിദ് ഇബ്നു ഹാരിസയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ അബുൽ ആസ് ഇബ്നു റബീഅ മദീനയിലേക്ക് അയച്ചു. സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വളർത്തുമകനാണ് സയ്യിദ് ബിൻ ഹാരിസ. അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമത്ത് ബിൻ സയ്യിദ്. അങ്ങനെ ഫഅഖാമത് ബിൽ മദീനതി മിൻ ബഅദി വഖഅതി ബദർ. ബദറിന് ശേഷം അങ്ങനെ സൈനബ് എവിടെയായി താമസം? മദീനയിലായി. വകാനത് സനത 2, അത് ഹിജ്റ 2ാമത്തെ വർഷമാണല്ലോ ബദർ. ഇലാ അൻ അസ്ലമ സൗജുഹാ അബുൽ ആസ് ഇബ്നു റബീഅ സനത 8. അങ്ങനെ ഹിജ്റ 8ാമത്തെ വർഷം അബുൽ ആസ് ഇബ്നു റബീഅ മുസ്ലിമായി. ഹിജ്റ 8ാമത്തെ വർഷം, 6 വർഷങ്ങൾക്ക് ശേഷം അബുൽ ആസ് മുസ്ലിമായി. ഫറദ്ദഹാ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നികാഹിൽ അവ്വൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആദ്യത്തെ നിക്കാഹ് അതിൽ തന്നെ
അത് ബാധകാക്കിയിട്ട് തന്നെ സൈനബിനെ അബുൽ ആസിന് തിരിച്ചേൽപ്പിച്ചു. വലം യുഹ്ദിസ് ലഹ സദാഖ, ഒരു മഹർ പോലും പുതിയതായി വാങ്ങിയില്ല. കാരണം ആ ബന്ധം മുറിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ ആയത്ത് പിന്നീട് ഹുദൈബിയയ്ക്ക് ശേഷം ഇറങ്ങിയപ്പോഴാണ് എന്തായത്, ഈ ഇത് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ചില റിവായത്തുകളിൽ ബിനിക്കാഹിൻ ജദീദ് എന്ന് വന്നിട്ടുണ്ട്. പുതിയ നിക്കാഹ് കഴിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തത്. അങ്ങനെ വന്ന റിവായത്ത് എങ്ങനെ പരിഗണിക്കണം? ഈ ആയത്തിന് ശേഷമാണ് എന്ന് പരിഗണിക്കണം. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അവരെ ഒന്നിച്ച് താമസിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. കാരണം ഹിജ്റക്ക് ചെല്ലുമ്പോൾ ഒരുമിച്ചായിരുന്നല്ലോ അബുൽ ആസും സൈനബും റളിയല്ലാഹു അൻഹാ. അപ്പോൾ ഈ സംഭവം ഇതുപോലുള്ള മറ്റു സംഭവങ്ങളും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുശ്രിക്കുകളും മുസ്ലിമാത്തുകളായ സ്ത്രീകളും തമ്മിൽ വൈവാഹിക ബന്ധം ഹലാലായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അള്ളാഹു ഈ ആയത്തിലൂടെ അത് ദുർബലപ്പെടുത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വആതൂഹും മാ അൻഫഖു, അവർ ചെലവഴിച്ചത് നിങ്ങൾ അവർക്ക് നൽകുക. യാനി ആർക്ക് നൽകുക? അസ്വാജൽ മുഹാജിറാത്തി മിനൽ മുശ്രിക്കീൻ, ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുസ്ലിമീങ്ങളായി വന്ന സ്ത്രീകളുടെ മുശ്രിക്കുകളായ മക്കയിലെ ഭർത്താക്കന്മാർക്ക് ഇദ്ഫഉ ഇലൈഹിം അല്ലദീ അസമൂഹു അലൈഹിം മിനൽ അസ്ദിഖ, അവർക്ക് ഇവർ കൊടുത്ത മഹർ അവർക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അല്ലാഹു മുസ്ലിം പുരുഷന്മാരോട് പറയുന്നു, വലാ തുംസികു ബിഇസമിൽ കവാഫിർ, കാഫിറുകളായ സ്ത്രീകളുടെ ഐസമിൽ നിങ്ങൾ പിടിച്ചിരിക്കരുത്, അവരുമായുള്ള കരാർ നിങ്ങൾ പിടിച്ച് നിൽക്കരുത്. ഇബ്നു കസീർ പറഞ്ഞു, ഈ ആയത്ത് തഹ്രീമുൻ മിൻ അല്ലാഹ്, അള്ളാഹു ഹറാമാക്കുന്ന ആയത്താണ്. അലാ ഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ പുരുഷന്മാർക്ക് നിക്കാഹൽ മുശ്രിക്കാത്ത്, മുശ്രിക്കുകളായ സ്ത്രീകളെ വിവാഹം ചെയ്യലും വൽ ഇസ്തിംറാരി മഅഹുൻ, നേരത്തെ വിവാഹം ചെയ്തവരുണ്ടെങ്കിൽ അവരുമായി തുടരലും. രണ്ട് മുശ്രിക്കുകളായ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ മുസ്ലിമായി, ഭർത്താവ് മുസ്ലിമായി നോട്ടിക്കോ. ഭാര്യ അഹ്ലുൽ കിതാബിൽപ്പെട്ട പെണ്ണല്ലെങ്കിൽ അതോടെ ആ വിവാഹം ദുർബലപ്പെടും. അഹ്ലുൽ കിതാബിൽപ്പെട്ടവരാണെങ്കിൽ ദുർബലപ്പെടുകയില്ല, യഹൂദി നസ്രാനി ആണെങ്കിൽ ദുർബലപ്പെടുകയില്ല. ഭർത്താവ് മുസ്ലിമായാൽ, ഭാര്യ മുസ്ലിമായാലോ അതോടെ ദുർബലപ്പെടും. ഭർത്താവ് അഹ്ലുൽ കിതാബായാലും ഏതായാലും. സഹീഹ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ആഹദ കുഫാറ ഖുറൈശി യൗമൽ ഹുദൈബിയ, ഹുദൈബിയയിൽ ഖുറൈശി കുഫാറുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുണ്ടാക്കിയപ്പോൾ ജാഅഹു നിസാഉം മിനൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തുകളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഫഅൻസലല്ലാഹ്, അപ്പോൾ അല്ലാഹു അവതരിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഇലാ ഖൗലിഹി വലാ തുംസികു ബിഇസമിൽ കവാഫിർ. നോക്കൂ, അപ്പോൾ തന്നെ അല്ലാഹു അവതരിപ്പിച്ചു എന്നാണ് സഹീഹ് ബുഖാരിയിലുള്ളത് ഈ ആയത്ത്. അപ്പോൾ വലാ തുംസികു ബിഇസമിൽ കവാഫിർ, കാഫിറുകളായ സ്ത്രീകളുടെ കരാറുകൾ പിടിച്ചെടുക്കരുത്, അവരുമായുള്ള വൈവാഹിക ബന്ധം തുടരരുത് എന്ന ആയത്തിറങ്ങിയപ്പോൾ فطلق عمر بن الخطاب يومئذ امرأتين تزوج إحداهما معاوية بن أبي سفيان والأخرى صفوان بن أمية. ഉമറുൽ ഖത്താബിന് മുശ്രിക്കത്തുകളായ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, രണ്ടിനെയും ഉമർ ഒഴിവാക്കി. അപ്പോൾ ആ സമയത്ത് മുസ്ലിം ആകാതിരുന്ന രണ്ടുപേർ, മുആവിയ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്, ആ സമയത്ത് അവർ ഇവരെ വിവാഹം ചെയ്യുകയുണ്ടായി. മനസ്സിലായോ? മുആവിയ റളിയല്ലാഹു അൻഹു ആണ് അതിലെ ഒരാൾ വിവാഹം ചെയ്തത്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം ആയിരുന്നില്ല. മറ്റൊരാൾ വിവാഹം ചെയ്തത് സഫ്വാൻ ഇബ്നു ഉമയ്യ ആയിരുന്നു. ഇങ്ങനെ وحكم على المشركين مثل ذلك إذا جاءتهم امرأة من المسلمين أن يردوا الصداقة إلى أزواجهن. അള്ളാഹു വന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞതുപോലെ തിരിച്ച് മുശ്രിക്കുകൾക്കും വിധിച്ചു. ആ മുസ്ലിമീങ്ങളായ പുരുഷന്മാരാരെങ്കിലും, മുസ്ലിമീങ്ങളായ സ്ത്രീകളാരെങ്കിലും മദീനത്ത് നിന്ന് മുർത്തദ് ആയിട്ട് ഇസ്ലാമെന്ന് പുറത്തുപോയി മക്കത്തേക്ക് ചെന്നാൽ അവർ എന്ത് ചെയ്യണം? മുസ്ലിമീങ്ങളായ ഭർത്താക്കന്മാർക്ക് മഹർ കൊടുക്കണം. പക്ഷേ ഒരാളും പോയിട്ടില്ല, അള്ളാഹു ഇങ്ങനെയാണ് വിധിച്ചത്. പക്ഷെ ഇങ്ങോട്ട് ഒരുപാട് പേര് വന്നിരുന്നു, അങ്ങോട്ട് ആരും പോയിട്ടില്ല. അള്ളാഹിൻ്റെ ദീനാണിത്, ഇത് നമ്മളാരും ചൊറുക്കേണ്ടിട്ട് വരുന്നല്ല, അള്ളാഹുവിൻ്റെ ദീനിലേക്കാണ്
ഇത് വരുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ അത് വളർന്നുകൊണ്ടേയിരിക്കും, അത് പൂർത്തിയാകുന്നതുവരെ. വസ്അലു മാ അൻഫഖ്തും വലിയസ്അലു മാ അൻഫഖു. നോക്കൂ, ഇങ്ങനെ മുശ്രിക്കാത്തുകളായ സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഒരിക്കലും അവർ വേറെന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലല്ല. അവർ ഭർത്താവിൻ്റെ വേണ്ടാതായി മുസ്ലിമീങ്ങളായ ഏതെങ്കിലും പുരുഷനെ കണ്ടിട്ടോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീന് അവർ ഇഷ്ടപ്പെട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. വസ്അലു മാ അൻഫഖ്തും വലിയസ്അലു മാ അൻഫഖു വതാലിബു ബിമാ അൻഫഖ്തും അലാ അസ്വാജികും അല്ലാത്തി യദ്ഹബ്ന ഇലൽ കുഫാരി ഇൻ ദഹബ്ന വലിയുതാലിബു ബിമാ അൻഫഖു അലാ അസ്വാജിഹിം അല്ലാത്തി ഹാജർന ഇലൽ മുസ്ലിമീൻ. നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ ചെലവഴിച്ചത്, അവർ ചെലവഴിച്ചത് അവരും ചോദിക്കട്ടെ. ഇവിടെ നോക്കി ഇബ്നു കസീർ പറഞ്ഞത്, നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇബ്നു കസീർ പറഞ്ഞു ഇൻ ദഹബ്ന, മുസ്ലിമീങ്ങളായ സ്ത്രീകൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ചോദിച്ചോളൂ. മറ്റേടത്ത് അങ്ങനെ പറഞ്ഞില്ല, കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഹദീസിന്റെ കിതാബുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അള്ളാഹു ഇങ്ങനെ ആയത്തിറക്കിയെങ്കിലും വന്നാൽ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ആയത്തിറക്കി, പക്ഷേ ആ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുന്ന ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുൻ. നിങ്ങൾക്ക് കുറ്റമില്ല നിങ്ങൾ അവരുടെ അജ്ർ കൊടുത്ത് അവരെ വിവാഹം ചെയ്യുന്നതിൽ, അതാ മഹർ കൊടുത്ത് വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. വലാ തുംസികു ബിഇസമിൽ കവാഫിരി വസ്അലു മാ അൻഫഖ്തും വലിയസ്അലു മാ അൻഫഖു ذلكم حكم الله يحكم بينكم والله عليم حكيم. وإن فاتكم شيء من أزواجكم إلى الكفار فعاقبتم فآتوا الذين ذهبت أزواجهم مثل ما أنفقوا واتقوا الله الذي أنتم به مؤمنون. ശ്രദ്ധിക്കുക, അള്ളാഹു പറയുന്നു വൈൻ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഷൈഉം മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വല്ലതും എന്ന് പറഞ്ഞാൽ അവരിൽ ആരെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഇലൽ കുഫാരി, അവർ കാഫറുകളുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ ഈ ആയത്ത് ഇത് ശ്രദ്ധിക്കുക. ഈ ആയത്തിനെ കുറിച്ച് പ്രധാനമായും 3 അഭിപ്രായങ്ങളുണ്ട്. അത് 3 പരസ്പര എതിരല്ല. ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ആദ്യം വൈംഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഷൈഉം മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും, ഇലൽ കുഫാരി, കാഫറുകളിലേക്ക്, അഥവാ അവരുടെ അടുത്തേക്ക് ഭാര്യമാരാരെങ്കിലും മുശ്രിക്കായി ചെന്നു, മുർത്തദ്ദത്തായി ചെന്നു, ഫഅഖബതും, അങ്ങനെ നിങ്ങൾക്ക് ആഖിബുണ്ടായാൽ, അതിൻ്റെ ഒരർത്ഥം നിങ്ങൾ ഗനീമത്ത് നേടിയാൽ, പിന്നീട് വല്ല യുദ്ധങ്ങളിൽ നിങ്ങൾ ഗനീമത്ത് സ്വത്ത് നേടിയാൽ, ഫആതുല്ലദീന ദഹബത് അസ്വാജുഹും, ഫആതു നിങ്ങൾ നൽകുക, അല്ലദീന ദഹബത് അസ്വാജുഹും, ആരുടേതാണോ ഭാര്യമാർ പോയത്, മുഅ്മിനുകളായ പുരുഷന്മാരുണ്ടല്ലോ, ഭാര്യമാർ നഷ്ടപ്പെട്ടവർ, അവർക്ക് നൽകുക മിസ്ലമ അൻഫഖു, ഈ പെണ്ണിന് അയാൾ നേരത്തെ കൊടുത്ത ചെലവഴിച്ചത് പോലുള്ളത് നിങ്ങൾ ഇയാൾക്ക് കൊടുക്കുക. വത്തഖുല്ലാഹ അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ ഏത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, ഏത് അള്ളാഹുവിൽ നിങ്ങൾ മുഅ്മിനുകളാണോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ ആയത്തിന് പ്രധാനമായും 3 തഫ്സീറുകളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഇതാണ്, അതായത് ഈ മുശ്രിക്കുകളിൽ മുസ്ലിമീങ്ങളുമായി കരാറൊന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ അടുത്തേക്ക് മുസ്ലിം സ്ത്രീകളിൽ ഏതെങ്കിലും ഒന്ന് പോയി എങ്കിൽ അവരൊരിക്കൽ അവരുടെ അടുത്തുനിന്ന് അവർ എന്ത് ചെയ്യുകയില്ല, മുസ്ലിമായ പുരുഷന് അതിന് നഷ്ടപരിഹാരം കൊടുക്കുകയില്ല. ഒരു കരാറൊന്നുമില്ലാത്ത കൗമാണ്. അങ്ങനെയുള്ള പെണ്ണിൽ നിന്ന്, അങ്ങനെയുള്ള കൗമിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ ഭർത്താവിന് എന്ത് കൊടുക്കണ്ടല്ല, നിങ്ങൾ കൊടുക്കണ്ടല്ല, കാരണം അവർ തരികയില്ല എന്ന്. രണ്ടാമത്തേത്, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ആയത്തിനു ശേഷം, നിങ്ങൾ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ആയത്തിനു ശേഷം ഏതെങ്കിലും മുശ്രിക്കത്തായ സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നു, അതുപോലെ അപ്പോൾ അവൾക്ക് ഭർത്താവ് കൊടുത്ത മഹർ മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അത് നിങ്ങൾ ആർക്ക് കൊടുക്കണം? ഭാര്യ നഷ്ടപ്പെട്ട മുസ്ലിമായ പുരുഷന് കൊടുക്കണം, നമ്മുടെ കൗമിൽപ്പെട്ട, അതായത് മദീനയിലുള്ള മുസ്ലിമീങ്ങൾക്ക് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കണം?
ഭർത്താവ് നഷ്ടപ്പെട്ട മുശ്രിക്കുകളായ പുരുഷന്മാർക്ക് നിങ്ങൾ കൊടുത്തേക്കണം. ഇതാണ് രണ്ടാമത്തെ തഫ്സീർ. മൂന്നാമത്തത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ ഭാര്യയെ നഷ്ടപ്പെട്ട മുസ്ലിമായ പുരുഷന് ഉള്ള നഷ്ടപരിഹാരം നിങ്ങൾ ഗനീമത്ത് സ്വത്തുനിന്ന് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഇങ്ങോട്ട് വന്ന സ്ത്രീകളുടെ കയ്യിൽ നേരത്തെ വരെ ഭർത്താവ് കൊടുത്ത മഹർ ഉണ്ടാവില്ല, അതിന് കൊടുക്കാന്നല്ല, ഗനീമത്തുനിന്ന് കൊടുക്കുക. ഇബ്നു കസീർ പറയുന്നു വഹാദ ലാ യുനാഫിൽ അവ്വൽ, ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞതിനെതിരല്ല. കാരണം എന്താ? നമ്മളെ ഇങ്ങോട്ട് വന്ന സ്ത്രീകളുടെ മഹറിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് കൊടുക്കുക, അതില്ലെങ്കിൽ ഗനീമത്ത് സ്വത്തുനിന്ന് കൊടുക്കുക എന്നേ അതിന് അർത്ഥമുള്ളൂ, പരസ്പരം എതിരല്ല. ഒന്നുകൂടി ഞാൻ പറയാം മനസ്സിലാക്കാൻ വേണ്ടി, ആയത്തിൻ്റെ തഫ്സീർ മനസ്സിലാക്കാൻ വേണ്ടി. ഒന്ന്, ആദ്യത്തെ തഫ്സീർ, അതായത് നിങ്ങൾ ഈ വന്ന സ്ത്രീകൾ അവർ വന്നത് കരാറൊന്നുമില്ലാത്ത ശത്രുക്കളായ ആളുകളിൽ നിന്നാണെങ്കിൽ നിങ്ങൾ നിന്ന് അങ്ങോട്ട് പോയാൽ അവരിങ്ങോട്ട് തരികയില്ലല്ലോ, കരാറില്ലാത്ത കൗമല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ടില്ല, അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല. ഇവൾക്ക് അവളുടെ ഭർത്താവ് നേരത്തെ കൊടുത്ത മഹർ നിങ്ങൾ അങ്ങോട്ട് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടില്ല, ഇവർ തരുന്നത് വരെ. നിങ്ങൾ അങ്ങോട്ട് പോയ പെണ്ണിൻ്റെ പകരം അവളുടെ മുസ്ലിമായ ഭർത്താവിന് അവർ തരുന്നത് വരെ അങ്ങോട്ട് കൊടുക്കേണ്ടില്ല. ഒന്ന്. രണ്ട്, നിങ്ങൾ ഭാര്യ നഷ്ടപ്പെട്ട മുസ്ലിമായ ഭർത്താവിന് നിങ്ങൾ കൊടുക്കുക നഷ്ടപരിഹാരം. ഏതിൽ നിന്ന്? ഇങ്ങോട്ട് വന്ന സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാർ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന മുസ്ലിമായ സ്ത്രീകളുടെ മുശ്രിക്കുകളായ ഭർത്താക്കന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. ബാക്കിയുണ്ടെങ്കിൽ അതിന് ഇവർക്ക് കൊടുത്തിട്ട്, ഭാര്യ നഷ്ടപ്പെട്ട മുസ്ലിമായ പുരുഷന് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കുക. മൂന്നാമത്തെ തഫ്സീർ, നേരത്തെ പറഞ്ഞതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, പക്ഷേ ഈ മുസ്ലിമായ പുരുഷൻ ഭാര്യ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഗനീമത്ത് സ്വത്തിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കുക. ഇബ്നു കസീർ പറഞ്ഞു ഇതും ആദ്യം പറഞ്ഞു തമ്മിൽ എതിരില്ല. കാരണം ഇവൾക്ക് നേരത്തെ കിട്ടിയ, മുസ്ലിമായി വന്ന സ്ത്രീക്ക് മുശ്രിക്കായ ഭർത്താവിൽ നിന്ന് നേരത്തെ കിട്ടിയത് അത് കൊടുക്കുക നഷ്ടപരിഹാരമായി. അതുകൊണ്ട് തികഞ്ഞില്ലെങ്കിൽ ഗനീമത്ത് നിന്ന് കൊടുക്കുക. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി കേട്ട് നോക്കിയാൽ മതി, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഅനക അലാ അല്ലാ യുശ്രികന ബില്ലാഹി ശൈഅ വലാ യസ്രിഖന വലാ യസ്നീന വലാ യഖ്തുൽന ഔലാദഹുന്ന വലാ യഅതീന ബിബുഹ്താൻ യഫ്തരീനഹു ബൈന അയ്ദീഹിന്ന വഅർജുലിഹിന്ന വലാ യഅസീനക ഫീ മഅറൂഫിൻ ഫബായിഉഹുന്ന വസ്തഗ്ഫിർ ലഹുന്ന അല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മുഅ്മിനത്തുകളായി വന്നാൽ എങ്ങനെ ബൈഅത്ത് ചെയ്യണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പുരുഷന്മാർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന ബൈഅ, ഉടമ്പടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയിരുന്നു. മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ വാങ്ങിയിരുന്നു. നമ്മുടെ നാട്ടിൽ ചില പഴച്ച സംഘങ്ങളും അത് വാങ്ങുന്നുണ്ട്. ഇപ്പം ഉണ്ടോയെന്നറിയില്ല, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ ആവശ്യമുണ്ടോയെന്നറിയില്ല. എന്നാലും മുമ്പ് ഉണ്ടായിരുന്നു. കാരണം ഇവർ ഖലീഫമാരെ പോലെയാണെന്നാണ് അവർ സ്വയം വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സൈന്യത്തെ അയക്കാനും ആൾക്കാരെ തിരിച്ചു കൊല്ലിക്കാനും ഒക്കെ അവസരമുണ്ട്. അപ്പോൾ ഇത് തികച്ചും ബാത്തിലാണ്. മുസ്ലിമുകളായ ഭരണാധികാരിക്കല്ലാതെ എന്തില്ല, ബൈഅത്തില്ല. നിങ്ങൾ പറയുന്നതൊക്കെ സമഅന അതാന എന്ന ബൈഅ ഭരണാധികാരിക്കാണുള്ളത്, മുസ്ലിമുകളായ ഭരണാധികാരിക്ക്. അല്ലാതെ ഏതെങ്കിലും കുറച്ചു കൂട്ടരൊരു സംഘടന ഉണ്ടാക്കി എന്നിട്ട് അവരെ നേതാക്കന്മാർ നിങ്ങളെ ഗുലാത്തുൽ ഉമൂറാന്ന് പറയാം, നമ്മളെ പറയുന്ന എല്ലാം അനുസരിക്കണം എന്ന് പറയാം, നമ്മളെ പാർട്ടിയിൽ നിന്ന് പോയ ജാഹിലിയത്തിൻ്റെ മരണം മരിക്കും എന്ന് പറയുക, ഇതെല്ലാം ബദാലത്താണ്. അത് ഭരണാധികാരിക്ക് ഉള്ള കാര്യമാണ്. മുസ്ലിമായ ഭരണാധികാരിയുടെ ബൈഅത്ത് ഒഴിവാക്കിയിട്ട് ഒരാൾ പോയാൽ അവൻ മാ തമീതത്തൻ ജാഹിലിയത്തിൻ്റെ മരണം മരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് കുഴപ്പമുണ്ടാക്കലാണ്, അത് കുഴപ്പം ഉണ്ടാക്കലാണ്. അപ്പം ഇങ്ങനെ ഇത് നമ്മുടെ നാട്ടിലും അല്ലാതെയുമുള്ള കക്ഷിത്വം ബാധിച്ച കക്ഷികളുടെ സ്വഭാവമാണ്. ചിലർ ബൈഅത്ത് വാങ്ങിയിട്ട് നമ്മൾ നിങ്ങളെ ഉലാത്തുൽ അംറാന്ന് പറയും, ചിലർ ബൈഅത്ത് വാങ്ങാതെ പറയും നമ്മൾ വലിയ അംറിനെ പോലെയാണ് നമ്മളെ കൽപ്പനകൾ എന്നൊക്കെ. രണ്ടും ഒരേ നാണയത്തിൻ്റെ വശങ്ങളാണ്. ഇങ്ങനെയുള്ള ദലാലത്ത് കൊണ്ട് നടക്കുന്ന ചില കൗമാണ് നമുക്ക് ഖാരിജിയത്തുണ്ടെന്ന് ആരോപിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, സുബ്ഹാനല്ലാഹ്. ഖാരിജിയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് തിരിയാതെ പലതിനും ചാടിയിട്ടുള്ള കൗമാണ് ഇതില്ലാത്ത യഥാർത്ഥ ദീൻ, എല്ലാവിധ തീവ്രവാദത്തിൽ നിന്നും
ഭീകരവാദത്തിൽ നിന്നും അതിലേക്ക് കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ ചിന്തകളിൽ നിന്നും താക്കീത് ചെയ്യുന്ന നമ്മെക്കുറിച്ച്, അഹ്ലുസുന്നത്തിനെ കുറിച്ച്, സലഫികളെ കുറിച്ച് തീവ്രവാദവും ഇതൊക്കെ ആരോപിക്കുന്ന കൗമിലാണ് അവരുടെ പല പുകയും ചാടിയിട്ടുള്ളത്. അവരുടെ പല ഷായിബത്ത് എന്ന് പറയും, പുകയേൽക്കുക. ഇങ്ങനെ പല പുകയേറ്റ കൗമാണ് നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഖാരിജിയത്തുണ്ടെന്ന് ആരോപിക്കുന്നത്. നമ്മളെല്ലാ ഖാരിജിയത്തിൽ നിന്നും നബ്റഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ബന്ധം വിച്ഛേദിച്ച് അള്ളാഹുവിലേക്ക് അഭയം തേടുന്നു. കാരണം നമ്മെ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചു തരുന്നത് ഖാരിജിയത്തിൽ നിന്ന് ജനങ്ങളെ ഏറ്റവും നന്നായി താക്കീത് ചെയ്യുന്ന അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരാണ്, സലഫികളായ ഉലമാക്കളാണ്. അവരുടെ സംസാരവും അവരുടെ കിതാബുകളുമാണ് ബിഇദ്നില്ലാഹ് നമ്മെ നയിക്കുന്നത്. അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്കാണ് അവർ ക്ഷണിക്കുന്നത്, അവരിലേക്കല്ല, അവരുടെ പാർട്ടിയിലേക്കല്ല, മറിച്ച് യഥാർത്ഥ മൻഹജു സലഫിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാകട്ടെ. അതിൽ നിന്ന് വഴിതെറ്റിക്കുന്ന എല്ലാ ഷർറിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകുന്ന എല്ലാ ദുർറിൽ നിന്നും ഷർറിൽ നിന്നും അള്ളാഹു നമ്മെ അവൻ്റെ മഹത്തായ ഹിഫ്ള് കൊണ്ട് കാക്കുമാറാകട്ടെ. നസ്അലുല്ലാഹൽ ആഫിയ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഇത് ഈ ആഴ്ച നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.